ഡി ധൻസുമോദ് കൂടി ചേരുന്നുണ്ട്. സുമോദ്, ഇത്ര ദിവസം അവിടെ നിൽക്കുമ്പോൾ ഇപ്പൊ നമ്മൾ നിരവധി ആളുകളുടെ പ്രതികരണങ്ങൾ കേട്ടു, പലരുടെയും കഥകൾ കണ്ടു. മരിച്ചെന്ന് പറഞ്ഞ ആളുകളെ നമ്മൾ ജീവനോടെ അവിടെ നമുക്ക് കാണിക്കാൻ സാധിച്ചു. അങ്ങനെ ആ യാത്ര അങ്ങനെയായിരുന്നു. ബീഹാറിലെ ഇത്ര ദിവസങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വൈബ്, ഇല്ലെങ്കിൽ എന്ത് ട്രെൻഡാണ് പൊതുവെ ബീഹാറിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ ഇതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പുമായി അപേക്ഷിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ ഈ നമ്മുടെ ഒരു രണ്ടാം ഘട്ടം യാത്ര ബീഹാറിലെത്തിയ ദിവസം തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ചത്. അതായത് പല ആളുകളെയും വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കി എങ്ങനെയാണ് ഒരു വിജയം BJP നേടുന്നത് എന്നുള്ളൊരു കാര്യമായിരുന്നു നടത്തിയത്. അപ്പോൾ സമാന്തരമായിട്ട് തന്നെ നമ്മൾ ബീഹാറിലും ഒരു അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണത്തിലൂടെ ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരം ലഭിച്ചത് പല ആൾക്കാരും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ആൾക്കാർ ചേർന്നിട്ടുണ്ട്. പക്ഷേ ചേർന്നത് കൊണ്ട് ഈ പുറത്തു പോയവരുടെ ഒരു എണ്ണം എത്രയാണ് എന്നുള്ളൊരു കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ പുറത്തുപോയ ആൾക്കാർ അവരുടെ ഈ പോളിംഗ് ബൂത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴാണ് അറിയുന്നത് കുറഞ്ഞത് ഒരു ബൂത്തിൽ നിന്ന് ഒരു 5 പേരെങ്കിലും പുറത്തു പോയിട്ടുണ്ട്. തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ഇതുപോലെ 12 വോട്ടിനെ ജയിച്ച JDU സ്ഥാനാർത്ഥിയുണ്ട്, 412 വോട്ടിന് ജയിച്ച BJP സ്ഥാനാർത്ഥിയുണ്ട്, 465 വോട്ടിന് ജയിച്ച BJP സ്ഥാനാർത്ഥിയുണ്ട്. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഒരു സാധാരണ ഒരു നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു 182 ബൂത്തുകൾ 184 ബൂത്തുകളൊക്കെയാണ് ഉണ്ടെങ്കിൽ കുറേ കൂടി ജനസംഖ്യ ഉള്ള ബീഹാറിലേക്ക് എത്തുമ്പോൾ അവിടെ 368 ബൂത്തുകൾ വരെയുണ്ട്. അങ്ങനെ ഒരു ബൂത്തിൽ നിന്നും ഒരാളെ മാറ്റിയാൽ പോലും അവിടെ 368 വോട്ടുകൾ അനുകൂലമാക്കി എടുക്കാൻ BJP NDA സഖ്യത്തിലേക്ക് കഴിയും. അതുകൊണ്ട് തന്നെയാണ് ആ തരത്തിലുള്ളൊരു വോട്ട് ചോരി ഇവർ നടപ്പാക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നത്. മാത്രമല്ല ഈ നമ്മൾ കണ്ടുപിടിച്ച ആളുകൾ അവരുടെ നിരാശരായി പോളിംഗ് ബൂത്തിലേക്ക് വോട്ടില്ല എന്ന് പറഞ്ഞ് മടങ്ങിയ ആളുകൾ അവർ 3 വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. 1 പിന്നോക്ക വിഭാഗക്കാർ, OBC വിഭാഗക്കാർ, 2 അതിദളിതരായിട്ടുള്ള അതിപിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അതുകൂടാതെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. അങ്ങനെയുള്ള ആളുകളുടെ വോട്ടാണ് അവിടെ നഷ്ടമായിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ഈ BJPക്ക് കിട്ടാനുള്ള വോട്ടുകൾ BJP സഖ്യത്തിൻ്റെയിലേക്ക് വരികയും RJDക്ക് കിട്ടാനുള്ള വോട്ടുകൾ അവർക്ക് നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഈ സമയത്ത് ഒരു ബോംബ് സ്ഫോടനം ഡൽഹിയിൽ നടന്നത് രണ്ടാം ഘട്ട വോട്ടെടുപ്പിൻ്റെ സമയത്താണ്. ഇത് എത്രത്തോളം ഒരു പ്രത്യാഘാതം ഉണ്ടാക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ നമുക്ക് മറ്റൊരു കാര്യം ഇതുവരെ ചർച്ച ചെയ്യാത്തത് ജൻസ്വരാജ് പാർട്ടിയുടെ അവരുടെ ഒരു മേധാവിത്വമാണ്, അല്ലെങ്കിൽ അവർ എത്രത്തോളം വോട്ട് പിടിച്ചു മാറ്റും എന്നുള്ളതാണ്. നമുക്കൊരു ചെറിയൊരു സംഖ്യയുടെ ഒരു കണക്കെടുപ്പ് എടുത്താൽ തന്നെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കും. ഇപ്പോൾ കഴിഞ്ഞ തവണയാണെങ്കിൽ ചിരാഗ് പാസ്വാന്റെ പാർട്ടി അവർ ജൻസ്വരാജിനെ ഇപ്പോൾ അവർ എത്രത്തോളം വോട്ട് ശേഖരിക്കുന്നു അല്ലെങ്കിൽ വോട്ട് നേടുന്നതനുസരിച്ച് മറ്റു പാർട്ടികളുടെ ജയപരാജയങ്ങളെ ആയിരിക്കും തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ ഈ JDU-ന്റെ സീറ്റ് 43 സീറ്റിലേക്ക് കുറയാനുള്ളൊരു കാരണം പ്രധാനമായും രാംവിലാസ് പാസ്വാന്റെ മകനായ ചിരാഗ് പാസ്വാൻ LJP അദ്ദേഹം ഈ JDU-ന്റെ സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും അവർ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. അങ്ങനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. അദ്ദേഹം 24 ലക്ഷം വോട്ടാണ് ചിരാഗ് പാസ്വാന്റെ പാർട്ടി പിടിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് 1 സീറ്റ് മാത്രമാണ് കിട്ടിയത്. പക്ഷേ എങ്കിൽ പോലും JDU-ന്റെ പല സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ചിരാഗ് പാസ്വാന് കഴിഞ്ഞു. അതുപോലെ തന്നെ ഏത് പാർട്ടിയുടെ വോട്ടാണ് ഇവർ കട്ട് ചെയ്യുന്നത് അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും സന്ദർശിക്കുമ്പോൾ ഒരു ഗ്രാമപ്രദേശങ്ങളിൽ ജനസ്വരാജ് പാർട്ടിയുടെ ഒട്ടും സ്വാധീനമില്ല. അവരുടെ അദ്ദേഹത്തെ പ്രശാന്ത് കിഷോറിൻ്റെ കമ്പനി സ്റ്റാഫുകൾ തന്നെയാണ് പലരും പാർട്ടി പ്രവർത്തകർ എന്ന രീതിയിൽ ഇരിക്കുന്നത്. അതേസമയം ഈ പാറ്റ്ന പോലുള്ള നഗരകേന്ദ്രങ്ങളിൽ വലിയ സ്വാധീനമുണ്ട്. പാറ്റ്നയിലാണെങ്കിൽ ആ ജില്ലയിലെ 12 സീറ്റും സ്വാധീനിക്കാൻ സാധിക്കും അവർക്ക് എന്നുള്ളതാണ്. അതും വളരെ നിർണായകമാണ് സുമോദ്.